മെൻ്റൽ ഹെൽത്തിൻ്റെ കുറവിൻ്റെ മറ്റൊരു കാരണം ആക്ച്വലി ഒരു ഓവർ കെയർ ആൻഡ് ഓവർ പാരൻറ്റിങ്ങും കൂടി അങ്ങനെ ഉണ്ടല്ലോ. ഒരു എക്സ്ട്രാ കെയറും ഒരു കാരണമാവാം. ഒരു കപ്പിളിന് ചിലപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി മാക്സിമം. അങ്ങനെ ആകുമ്പോൾ അവർ ഭയങ്കര എല്ലാ കാര്യത്തിലും കെയർ കൊടുക്കുന്നു. അവർക്ക് ഒരു പ്രശ്നത്തിനെ ഫേസ് ചെയ്യാനുള്ള, അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളൊരു സാധനം ഇല്ലാതെ അത് സഹിക്കാനുള്ള, അല്ലെങ്കിൽ ഇന്ന് ലേറ്റസ്റ്റ് മൊബൈൽ വേണമെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ലേറ്റസ്റ്റ് മൊബൈൽ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. അതേപോലെ അവരെന്താഗ്രഹിക്കുന്നു അതെല്ലാം കൊടുത്ത് പാരൻസ് വളർത്തുന്നത് ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു കരുത്തുണ്ടല്ലോ, അത് കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു മെയിൻ കാരണമാണ്. അതുകൊണ്ട് ഏതൊരു കുട്ടിയെ നമ്മൾ വളർത്തുമ്പോൾ എല്ലാം കൊടുത്ത് വളർത്തുന്നതിനേക്കാൾ ഉപരി അവനൊരു റിയൽ വേൾഡിൽ ചാലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്ത് അവനെ വളർത്തണം എന്നുള്ളത് കൂടി പാരൻസ് നോക്കി വളരാമെന്നായിരിക്കും. അവന് കൊടുക്കുന്ന എല്ലാം അവന് കൊടുക്കുന്നതല്ല ഏറ്റവും നല്ല പാരൻറ്റിങ്. ആക്ച്വലി അവന് ഇല്ലാത്ത സിറ്റുവേഷനിൽ അവന് അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് എങ്ങനെ അവൻ പൊരുത്തപ്പെടുന്നു എന്നുള്ളത് പഠിപ്പിക്കലാണ് ഏറ്റവും വലിയ. നമ്മൾ പറയും നമ്മളെ മക്കൾക്ക് എന്നും ഭക്ഷണം ഉണ്ടാക്കാനോ അല്ല ഭക്ഷണം ഉണ്ടാക്കി അവർ പ്രായമായാലും നമ്മളിങ്ങനെ നമ്മുടെ ഇതുകൊണ്ട് കൊടുക്കുകയല്ല വേണ്ടത്. അവർ സ്വയം ഭക്ഷണം നേടാനുള്ള വഴി അവർ കണ്ടുപിടിക്കാനുള്ള ഒരു ടാലൻറ്റും ഒരു കോച്ചിങ്ങും ഒരു എഡ്യൂക്കേഷനാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഈ യങ് ജനറേഷൻസ് എല്ലാ കാര്യത്തിലും മുന്നിലാണെങ്കിലും ടെക്നോളജിയിൽ ബുദ്ധിയിൽ ഒക്കെ ഇപ്പോൾ എൻ്റെ മക്കളോടൊക്കെ സംസാരിച്ച് എന്നെ 10 ഇരട്ടി ഫാസ്റ്റായിട്ടാണ് അവരുടെ കാര്യങ്ങൾ. നമ്മൾ പറയുമ്പോഴേക്ക് അവർക്ക് മനസ്സിലാവുകയാണ്, എന്നിട്ട് റിപ്ലൈ വരിക. അല്ല ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ മുമ്പ് നീ എന്തിനാ പറയുന്നത് ചോദിച്ചാൽ അവർക്ക് മനസ്സിലായി, അവർ റിപ്ലൈ ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ന്യൂ ജനറേഷന് താങ്ങാനുള്ള കരുത്ത്, മെൻ്റലി സ്ട്രെങ്ത് ഭയങ്കര, ഒരു ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത്, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാനുള്ള ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് വളരെ കുറവാണ്. അത് ഒരു പാരൻറ്റിങ്ങും ഒരു വലിയ റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു റോങ് പാരൻറ്റിങ്ങും വലിയ റോള് വഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.